റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിലൂടെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി അടക്കമുള്ള സഹാബാക്കളോട്, യാ സൽമാൻ, ഏ സൽമാൻ, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. യത്തഖിദു കിതാബല്ലാഹി മസാമീറ വയുൻബിദു കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം. അന്ന് പരിശുദ്ധ ഖുർആനിനെ അവർ വാദ്യോപകരണമായി ഉപയോഗിക്കും, പാട്ടായിട്ട് ഉപയോഗിക്കും, പാട്ട് റിംഗ് ടൂൺ ആയിട്ട് ഉപയോഗിക്കും. ഖുർആൻ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യം. 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കിയിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് 21-ാം നൂറ്റാണ്ടിലെ ആധുനിക ടെക്നോളജിയുടെ നടുവിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു കാലഘട്ടം വരും അന്ന് പരിശുദ്ധ ഖുർആൻ ഓരോരുത്തരുടെ മൊബൈലിൽ കിടന്ന് തിളങ്ങുന്ന കാലഘട്ടമായിരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആശയ ആദർശങ്ങളെ അവർ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും, അവർ മുതുകിന്റെ പിന്നാലെ വലിച്ചെറിയും. ആ ഖുർആനിന്റെ ശൈലികൾ അവരുടെ ജീവിതത്തിൽ കാണുകയേ ഇല്ല തന്നെ. നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? അല്ലേ സുഹൃത്തുക്കളെ? പരിശുദ്ധ ഖുർആനിന്റെ സദസ്സാണിത്. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഖുർആനെ കുറിച്ച് ഖുർആനാണ്. വേദനിക്കട്ടെ, അബൂബക്കറിനും വേദനിക്കട്ടെ, എനിക്കും വേദനിക്കണം, എനിക്കും വേദനിക്കണം, എനിക്കും വേദനിക്കണം. 99% എന്റെ ഹൃദയം വേദനിക്കട്ടെ, 1% നിങ്ങളുടെ ഹൃദയം വേദനിക്കട്ടെ. നമ്മൾ ഖുർആനിന്റെ മക്കളാണ്, ഖുർആനിന്റെ സാരഥികളാണ്. ഖുർആൻ ബീച്ചിൽ കൊണ്ടുവെക്കാനോ, ഖുർആൻ ഷോക്കേസിൽ കൊണ്ടുവെക്കാനോ, ഖുർആൻ കാഴ്ച വസ്തുവായി കൊണ്ട് നടക്കാനോ ഉള്ളതല്ല, അതുള്ളതല്ല. അതിന്റെ ഉള്ളടക്കങ്ങൾ പഠിക്കേണ്ടവരാണ്, അത് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കും. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ മക്കളെ, എന്തേ സഹോദരങ്ങളെ, എന്തേ അനുയായികളെ, എന്തേ ദാസന്മാരെ, നിങ്ങൾ ആ ഖുർആൻ ചിന്തിക്കാത്തത്? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആ ഖുർആൻ ബുദ്ധിയുള്ളവനാണ് ചിന്തിക്കുക, ബുദ്ധിമാൻ ഖുർആൻ ചിന്തിക്കും. കറക്റ്റ്. അമേരിക്കക്കാരൻ ഖുർആൻ പഠിച്ചിട്ടാണ് ഓരോന്നും ഇങ്ങോട്ട് നെറ്റിലൂടെ അടിച്ചുവിടുന്നത്. അവൻ പറയോ ഞാൻ ഖുർആനിന്നാ പഠിച്ചെന്ന്? ഖുർആൻ ഇല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റൂ. ഖുർആനിൽ ഇല്ലാത്ത ഒരു സംഭവ ലോകത്ത് എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഖുർആന് നമ്മുടെ മുന്നിൽ വിലയില്ലല്ലോ. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവതരിപ്പിച്ചു തരുന്ന ആ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം ലോകത്തിന്റെ മുന്നിലുണ്ടോ? ഇന്നേ വരെ ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, നിങ്ങൾ ഇന്ന് പഠിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഭൗതിക ശാസ്ത്രം പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്ന് കടമെടുത്ത് മോഷ്ടിച്ചെടുത്തിട്ടാണ് പാശ്ചാത്യൻ മക്കൾ ഇന്ന് നമ്മുടെ സ്കൂളുകളുടെ മേശപ്പുറങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ ഭൗതികതയെ നമുക്ക് വളരെ വ്യക്തമായി സുവിദിതമായി അറിയിച്ചു തന്നിട്ടുള്ള സത്യമാണ്. പക്ഷേ ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത് അത് മറന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലൂടെ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാസം ഒപ്പിച്ചാണ് വിഷയങ്ങൾ പറയുന്നത്. അവിടെ പ്രാസം ഒപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് പരിശോധിച്ചു നോക്കിയാൽ, ഫലമ്മാ സമിഅത് ബിമക്രിഹിൻ അർസലത് ഇലൈഹിൻ വഅതദത് ലഹുന്ന മുത്തഖഅ വഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനാ വഖാലത് ഇഖ്റുജ് അലൈഹിൻ فلما رأيناه أكبرناه وقطعنا أيديهن قلنا هاش لله ما هذا إلا بشرا إن هذا إلا ملك كريم. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന നൂൻ ഉപയോഗിച്ച് കുറേ സ്ഥലത്ത് ഉപയോഗിച്ച് അല്ലാഹു തആല അവതരിപ്പിച്ചു. ഫലമാ സമിഅത് വക്രിഹിന്ന അർസലത് ഇലൈഹിന്ന ആതത് ലഹുന്ന മുത്തഖം വാതത് കുല്ല വാഹിദത മിൻഹുന്ന സിക്കീന ഫലമാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന
ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര രസമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. മറ്റൊരായത്തിൽ വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഅഫ്ളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബ്ന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന ഔ ലിബൂലതി ആബായിഹിന്ന ഔ ലിബൂലതി അബ്നായിഹിന്ന أو إخوانهن أو بني إخوانهن أو بني أخواتهن. ഇങ്ങനെ അല്ലാഹു തആല കുറേ ഉപയോഗിച്ചിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നു. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് നൂറിലൂടെ എല്ലാം അല്ലാഹ് പ്രാസ ഒപ്പിച്ച് പറഞ്ഞു പോകുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഖിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദഹറിലൂടെ മുദ്ദസ്സിറിലൂടെ പല ഭാഗത്ത് كلا والقمر والليل إذا أدبر والصبح إذا أسفر إنها ليعد الكبر نذيرا للبشر لمن شاء منكم من يتقدم أو يتأخر سأصلي إنه فكر فقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر. എത്ര മനോഹരമായ രസം പരിശുദ്ധ ഖുർആൻ. എന്താ സാഹിത്യമില്ലേ, പ്രാസമില്ലേ, പിന്നെന്താ ഖുർആൻ പഠിക്കാൻ ഇത്ര രസമില്ലാത്തത്? ഇത് ഒന്ന് രണ്ടെണ്ണം ഉദാഹരണം മാത്രം. ഇനി ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നല്ല നല്ല രസമുള്ള വാക്കുകളാണ്. അതുകൊണ്ടല്ലേ മലക്ക് ജിന്നുകൾ പോലും പറഞ്ഞത് ഞങ്ങൾ അത്ഭുതമുള്ള ഒരു സംഭവം കേട്ടു, അത്ഭുതമുള്ളത് കേട്ടു. പരിശുദ്ധ ഖുർആൻ സജ്ജഅത്ത് പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ചില പദങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നല്ല നല്ല പ്രയോഗങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ തുസഇറ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ. സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു തആല പറയുന്നു ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് നബിയെ. വലാ തുസഇറ ഖദ്ദക ലിന്നാസ് വലാ തുസഇർ, മുഖം തിരിച്ചു കളയാൻ പാടില്ല. അല്ലാഹ് ഇവിടെ ഉപയോഗിച്ച പദം തസ്ഈർ. തസ്ഈർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ അറബി അതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ അറബികളുടെ ഒട്ടകങ്ങൾ, ഈ ഒട്ടകങ്ങൾ ആ ഒട്ടകങ്ങളുടെ കഴുത്തിനുണ്ടാകുന്ന ഒരു തരം രോഗത്തിനാണ് തസ്ഈർ എന്ന് പറയാറുള്ളത്. ആ രോഗം വരുമ്പോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും ഒട്ടകത്തിന്. അപ്പോൾ എന്താവും, ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും, കുറെ നേരം നീട്ടിപ്പിടിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ ഒരു വാക്ക് ജനങ്ങളെ കാണുമ്പോ കഴുത്തിങ്ങനെ നീട്ടി അങ്ങനെ മാറിപ്പോകല്ലേ, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ അങ്ങനെ മാറിപ്പോകല്ലേ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും സാധുക്കൾ സമ്പന്നനെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോ മുഖം ചുളിക്കാറുണ്ട് ചിലർ. ഞാൻ നേരത്തെ കൊടുത്താണല്ലോ, ഇപ്പോഴും ഒരു കൂട്ടർ വന്നിട്ട് പോയതാണല്ലോ, എന്നിട്ട് തിരിയും. എന്നിട്ട് മുതുകു തിരിഞ്ഞിട്ട് പോയിട്ട് പറയും, അവിടെ അകത്ത് പോയിട്ട് വേലക്കാരുടെ ഒരു 10 രൂപ എടുത്ത് കൊടുത്തു. മുഖം ചുളിക്കുക, സൈഡ് തിരിക്കുക, മുതുക് കാട്ടിയിട്ട് ഈ ചോദിക്കാൻ വന്നവനെ വെറും നിന്ദ്യനായിട്ട് പറഞ്ഞു വിട്ട് അകത്തേക്ക് പോകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറയുന്നത് സക്കാത്ത് ചോദിച്ചു വരുന്നവൻ അവന്റെ മുന്നിൽ വന്നിട്ട് എളിഭ്യനായി മടങ്ങിപ്പോകുന്ന മൂന്ന് കാരണങ്ങളാൽ. ഒന്ന്, അവന്റെ നെറ്റി അവൻ ചുളിക്കുന്നു. 2, അവന്റെ പാർശ്വത്തെ തിരിച്ചുകൊണ്ട് മുതുകിനെ തിരിച്ചിട്ട് അവൻ മടങ്ങിപ്പോകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സക്കാത്തിന്റെ മുതല് നാളെ ഇവനെ പൊള്ളിപ്പിച്ച് അത് ചൂടാക്കി നരകത്തിൽ കൊണ്ട് ചൂടാക്കിയിട്ട് നെറ്റിയിലും അവന്റെ പാർശ്വത്തും അവന്റെ മുതുകിലും വെച്ചു കൊടുക്കുക എന്ന് ഖുർആൻ. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم
ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ പരിഹസിച്ചിട്ടല്ല പറയുന്നത് സമ്പന്നരെ സമ്പന്നരെ സാധുക്കളുടെ വിഹിതമായ പാവപ്പെട്ടവന്റെ വിഹിതമായ അവന്റെ അത്താണിയായ നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം നിങ്ങളുടെ സമ്പത്തുമായി കൂട്ടിക്കുഴച്ചിട്ട് പാവപ്പെട്ടവന് കൊടുക്കാതെ നിങ്ങൾ മരിച്ചു പോയാൽ ആ സമ്പത്ത് മുഴുവനും എടുത്ത് അല്ലാഹു നരകത്തിന്റെ അഗ്നിയിലിട്ട് കത്തിച്ച് കൊടും ചൂടുള്ള നാണയത്തുട്ടാക്കിയിട്ട് യൗമ യുഹമാ അലൈഹാ ഫീ നാരി ജഹന്നം അവന്റെ നെറ്റിത്തടത്തിൽ വെച്ച് പൊള്ളിക്കുകയാ വജുനൂബുഹും അവന്റെ പാർശ്വങ്ങളിൽ വെച്ച് പൊള്ളിക്കുകയാ വളുഹൂറുഹും അവന്റെ മുതുകത്ത് വെച്ച് പൊള്ളിക്കുകയാ ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. ഈ സാധുവിന്റെ, ഈ അനാഥയുടെ, ഈ വിധവയുടെ, ഈ പാവപ്പെട്ടവന്റെ, ഈ ദരിദ്രന്റെ സമ്പത്തല്ലേ നീ വെട്ടി വിഴുങ്ങി തിന്ന് വയറ് നിറച്ചത്. ഇനി രുചിക്കടാ രുചിക്കടാ, ഇതാണ് നിനക്കുള്ള ശിക്ഷ. നെറ്റി ചുളിച്ചതിന് നെറ്റിയില്, പാർശ്വഭാഗം തിരിച്ചതിന് പാർശ്വത്ത്, മുതുക് തിരിഞ്ഞു പോയതിന് മുതുകത്ത് വെച്ച് പൊള്ളിച്ചു തരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു വിടൂലല്ലോ. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യമല്ലേ. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തിനാ നമുക്ക് എത്രത്തോളം പഠിപ്പിച്ചിരുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിഞ്ഞു കളയരുത്. അതിന് അല്ലാഹു ഉപയോഗിച്ചൊരു പദമാണ് തസ്ഈർ. വലാ തുസഈർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളുടെ മുന്നിൽ നീ മുഖം തിരിച്ചു കളയരുത്. പിന്നെ അല്ലാഹു തആല മറ്റൊരു പദം കൂടെ ഉപയോഗിച്ചു. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ ശിർക്ക് വെച്ചാൽ, നീ അല്ലാഹുക്ക് പുറമേ മറ്റൊരാളെ ആരാധനയിൽ പങ്കാളിയാക്കിയാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും നശിച്ചു പോകും. ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം വിഷപ്പുല്ലിന് പറയുന്ന പേരാണ് അറബിയിൽ. നിന്റെ അമൽ നശിച്ചു പോകുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുമ്പോൾ ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം വിഷപ്പുല്ലാണ്. മൃഗങ്ങള് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പക്ഷേ തളർത്ത് കിളിച്ചു നിൽക്കുന്ന പുല്ലാണ് വിഷപ്പുല്ല്. അത് കഴിച്ചു കഴിഞ്ഞാല് ഈ വല്ലാത്ത ഈ വയറ്റില്, ഈ മൃഗത്തിന്റെ വയറ്റിൽ ഒരു വല്ലാത്ത ഒരു വെപ്രാളവും ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഈ കഴിച്ചതെല്ലാം നശിച്ചു പോയതുപോലെ. നേരത്തെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു, നല്ല പുല്ല് തിന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു വിഷപ്പുല്ല് കഴിച്ചപ്പോ ആകെ മൊത്തം വയറ്റിൽ എന്താ പറയാ, ഒരു എന്തരാളിഫിക്കേഷൻ, മൊത്തത്തിലൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നേരത്തെ കഴിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോകും എന്നതുപോലെ തന്നെയാണ് ആരെങ്കിലും ഇബാദത്തിൽ ശിർക്ക് വെച്ചാൽ അവന്റെ മുൻ കഴിഞ്ഞുപോയ സകലമായ അമലുകളും അല്ലാഹു നശിപ്പിച്ചു കളയും എന്നർത്ഥം. എന്നാണ് അതിന്റെ അർത്ഥം. നിന്റെ അമലുകളിൽ നീ അല്പമെങ്കിലും ശിർക്ക് വെച്ചാൽ, ഈ പശു മൃഗം കഴിക്കുന്ന പുല്ല് അതിൽ ഒരു ചെറിയ തണ്ട് വിഷപ്പുല്ല് ഉണ്ടായിപ്പോയാൽ അതിന് മുഴുവനും അന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇബാദത്തെടുക്കുമ്പോൾ അതിൽ അല്പമെങ്കിലും ശിർക്കിന്റെ അംശം വന്നു പോയാൽ സകലമായ അമലുകളും അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. അവിടെ അല്ലാഹു ഉപയോഗിച്ചത് ആ വാക്കാണ്. പദത്തിൽ അല്ലാഹു പ്രയോഗിച്ചത് വാക്ക് കൃത്യമാണ്. അത് മനസ്സിലാക്കണം. ഇനി അക്ഷരങ്ങൾ എടുത്ത് പരിശോധിച്ചു, അക്കങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. അക്കങ്ങൾ എടുത്ത് പരിശോധിച്ചു. ഗണിതശാസ്ത്രം, ഇതൊക്കെ ഗണിതശാസ്ത്രമൊക്കെ ആരാ ഇപ്പൊ നമുക്ക് പഠിപ്പിച്ചത്? അങ്ങോട്ടേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവും ബയോളജിയും ഇതെല്ലാം നമുക്കൊന്ന് പഠിപ്പിച്ചെന്ന് ഖുർആനാണ്. നമുക്കുള്ളിലേക്ക് കടന്നാൽ ഒരുപാട് ഒരുപാട് രസകരമായ സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. പഠിക്കും, ചിന്തിക്കും, മനസ്സിലാക്കി. 1 2 3 4 5 6 7 8 9 10 ഈ അക്കങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നാരാ? അത് നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ച, ബാലപാഠം പഠിച്ചല്ലേ. എഞ്ചുവടിയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. 1 2 3 4 5 6 7 8 9 10 ഇത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഖുർആൻ നമ്മൾ പഠിച്ചിട്ടില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 1 2 3 4 5 6 7 8 9 10 11 12 ഇത് അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കാതെ ഏത് 5 പഠിക്കാരൻ എഴുതാൻ പറ്റും? ഏത് ഗണിതശാസ്ത്രത്തിന് പഠിപ്പിക്കാൻ പറ്റും? ഏത് മാത്സിലെ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റും? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാതെ ഈ ലോകത്ത് ആർക്കും പഠിക്കാൻ പറ്റൂല. അലാ തആമിൻ വാഹിദ് ഇദാ അർസൽനാ ഇലൈഹി മുസ്നൈൻ വയഖൂലൂ സയഖൂലൂന സലാസ ഫഖുദ് അർബഅത من الطير ويقولون 5 ولقد خلقنا السماوات والأرض 6 أيام سخرها عليهم 7 ليال و8 أيام حسوما وكان في المدينة 9 رهط تلك 10 كاملة 11 كوكبا إن عدة الشهور 12 شهرا. ഞാനിങ്ങനെ പല ആയത്തുകളാണ് ഓതിയത്. ഞാൻ 1 2 3 അലാ തആമിൻ വാഹിദ് ഇദാ അർസൽനാ ഇലൈഹിം ഇസ്നൈൻ സയഖൂലൂന സലാസ ഫഖുദ് അർബഅത മിന അത്തൈർ സയഖൂലൂന 5 ഖുർആനിലുള്ളതാണ്. വലഖദ് ഖലഖന السماوات والأرض وما بينهما في 6 أيام 6 സഖറഹ അലൈഹിം 7 ലയാൽ സഖറഹ അലൈഹിം 7 ലയാൽ 7 و8 أيام 8 ദിവസം و8 وكان في المدينة 9 تلك 10 10 12 كوكب 11 നക്ഷത്രം 12 ശഹർ 12 മാസം. ഖുർആൻ കലണ്ടർ ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ഖുർആൻ. 12 ഇന്ന ഇദ്ദത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹറ 12 മാസം ഖുർആനിലാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. അമേരിക്കക്കാരന്റെ സംഭവമൊന്നുമല്ല. ലോകം ഉണ്ടാക്കിയ സമയത്ത് തന്നെ 12 മാസം ഉണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ചത്. ഇനി പരിശുദ്ധമായ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അക്കങ്ങളിൽ ഒരു അത്ഭുതം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധം 10 20 30 40 50 60 70 80 90 അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഈ സംഭവം സമയമില്ല. അതൊക്കെ ഉണ്ട് ഖുർആനിലുണ്ട്. സൂറത്തുൽ കഹ്ഫിലൂടെ അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫ് വറഖീം കാനൂ മിൻ ആയാതിനാ അജബാ എന്ന് തുടങ്ങുന്ന സൂറത്ത് കഹ്ഫിന്റെ 9ാമത്തെ ആയത്ത് മുതൽ 25ാമത്തെ ആയത്ത് വരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദൂ 9 അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോൾ 309 വർഷക്കാലത്തോളം ഗുഹാവാസികൾ ആ ഗുഹയ്ക്കകത്ത് ഉറങ്ങുകയായി. 309 309 വർഷം. 350 അല്ല, 309 വർഷം ഗുഹാവാസികൾ ഗുഹയ്ക്കകത്ത് ഉറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചു വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ. അവർ ആ ഗുഹയിൽ താമസിച്ചത് 300 വർഷമായിരുന്നു. വസ്ദാദൂ 9 കൂടെ അല്ലാഹു അധികരിപ്പിച്ചു. അതിന്നിപ്പോ അങ്ങനെ പറഞ്ഞത് 309 എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗം അവിടെ ക്ലിയറായി. 309 എന്ന ഒരു ആയത്തോടു കൂടി അല്ലാഹു നിർത്താം. പക്ഷെ അല്ലാഹു തആല വസ്ദാദൂ 9 എന്നുകൂടെ അല്ലാഹു പ്രത്യേകമായി പറഞ്ഞത് ഈ 9ാമത്തെ ആയത്ത് മുതൽ 25ാമത്തെ ആയത്ത് വരെയുള്ള അക്ഷരങ്ങൾ 309 ആണ്. ഈ 309 ആക്കാനാണ് അല്ലാഹു വസ്ദാദൂ എന്നും കൂടെ ചേർത്തത്. ഈ വസ്ദാദും കൂടെ ഇല്ലെങ്കിൽ 309 ആവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 309 എന്ന് പറഞ്ഞാൽ തന്നെ 309 ആയി. 300 സിനീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇപ്പുറത്തോട്ട് മാറിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വസ്ദാദൂ 9 കൂടെ അല്ലാഹു തആല അധികരിപ്പിച്ചു. എന്തിനത്? 309 വർഷക്കാലം ഇവർ ഈ ഗുഹയ്ക്കകത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 309 ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് 309 അക്ഷരമാലയിലൂടെയാണ്. വലിയ സംഭവങ്ങളാണ്.
ഇനി ശാസ്ത്രത്തിലേക്ക് വാ. ഇനിയിപ്പോ അക്കവും പദവും ഒന്നും നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ശാസ്ത്രത്തിലേക്ക് വാ. ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നാലോ, ശാസ്ത്ര സത്യങ്ങൾ ഇന്ന് ലോകത്തിനോട് അവതരിപ്പിച്ചതാരാണ്? أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറയുന്നു. ഭൂമി ആകാശമൊക്കെ സൃഷ്ടിച്ചിട്ട് വെറുതെ അല്ല, തിന്നു കുടിച്ച് അടിച്ചു പൊളിച്ച് കല്യാണം നടത്തി അടിച്ചു പൊളിച്ച് ദുനിയാവിൽ ജീവിച്ചോ. ബീച്ചിലും പോയി അവിടെയും പോയി ഫെസ്റ്റും കണ്ട് പാട്ടും പാടി പെണ്ണുങ്ങളെയും പിടിച്ചിട്ട് മദ്യവും കുടിച്ചിട്ട് അടിച്ചു പൊളിച്ച് കഴിയാനല്ല പറഞ്ഞത്. ഫദക്കിർ, ചിന്തിച്ചോ. അഫലാ യൻദുറൂന ഇലൽ ഇബ്നി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബയോളജി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. പരിശുദ്ധ ഖുർആനിലൂടെ ഒട്ടകത്തിലേക്ക് നോക്കാൻ എന്തിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൃഗ സംരക്ഷണ സേനയോടല്ല പറഞ്ഞത്, മാംസ കച്ചവടക്കാരോടല്ല പറഞ്ഞത്, പാല് കറക്കുന്ന പാണ്ടിക്കാരോടല്ല പറഞ്ഞത്, ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. മൃഗം, ബയോളജി. ഇന്ന് കുട്ടികളൊക്കെ പോയിരുന്നു പഠിക്കുമ്പോൾ അമേരിക്കക്കാരില്ലെങ്കിൽ നമ്മൾ ഈ ബയോളജി ഒക്കെ എങ്ങനെ പഠിക്കും? ഈ ആനിമൽ ചാനലൊക്കെ കാണുമ്പോൾ ഓർക്കണം, ഇവരിത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തെ കുറിച്ച് ഖുർആൻ പല ഭാഗത്തുണ്ടല്ലോ. സൂറത്തുൽ ബഖറ കൊണ്ട് സൂറത്ത് തുടങ്ങിയിട്ട് നാസ് കൊണ്ട് അവസാനിപ്പിച്ചു. തുടക്കത്തിൽ പശു, മൃഗം, അവസാനത്തിൽ മനുഷ്യൻ. അല്ലാഹു തആല ആർക്കാണ് സ്ഥാനം നൽകിയത്? മനുഷ്യനോ മൃഗത്തിനോ? അല്ലാഹു തആല സ്ഥാനം നൽകിയത് ആർക്കാണ്? ഖുർആനിൽ അല്ലാഹു തആല ഫസ്റ്റ് സ്ഥാനം, ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ മാറ്റിവൈ. ഫാത്തിഹ മാറ്റിവൈ. അത് ദുആ, ബാക്കിയുള്ളത് ഇജാബ. ഫാത്തിഹ സുആൽ, ബാക്കിയുള്ളത് ജവാബ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തുടങ്ങിയപ്പോൾ ആദ്യം അത് തുടങ്ങിയത് സൂറത്തുൽ ബഖറ. പശു, പശുവിനെ കുറിച്ച് തുടങ്ങി. മൃഗം, ശരി തന്നെ. മനുഷ്യൻ എത്രാമത്തെ സ്ഥാനം കൊടുത്തത്? 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ്, മനുഷ്യൻ. അപ്പൊ ഇവിടെ മൃഗത്തിനാണോ സ്ഥാനം കൂടുതൽ, പശുവിനാണോ മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ? നമ്മൾ ആലോചിച്ച് നോക്ക്. പണ്ട് കണ്ണദാസൻ പാടി, കണ്ണദാസൻ പശു ഇരുന്നാലും പാലാകും സെത്താലും തോലാകും കണ്ണദാസൻ സൊന്നതിങ്കെ എന്നൊരു പാട്ടുണ്ട്. പശു ജീവിച്ചിരുന്നാലും പാല് കിട്ടും, മരിച്ചു ചത്തുപോയാൽ അതിന്റെ തോല് കിട്ടും, നമുക്ക് ഗുണമുണ്ടാകും. ഇത് കണ്ണദാസൻ പറഞ്ഞതാണ്. പക്ഷെ മനുഷ്യൻ ഇരുന്നിട്ട് എന്താ ഗുണം? അവൻ ചത്തുപോയിട്ട് എന്താ ഗുണമുള്ളത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാണോ ഖുർആനിൽ സ്ഥാനം നൽകിയത്, മൃഗങ്ങൾക്കാണോ സ്ഥാനം നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയി. ബൽ അവൽ, മൃഗങ്ങളെക്കാളും അവൻ അധപ്പതിച്ചു പോയി. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام. സ്കൂളിൽ പഠിച്ചിട്ട് വരാത്ത കുട്ടികളെ നോക്കിട്ട് സാറ് പറയുന്നത്, എടാ കഴുതേ, എടാ പോത്തെ, എടാ മൃഗവേ. എന്തിനാ സാറ് വിളിക്കുന്നത്? എഴുതാത്തത്. ഞാൻ നടുക്ക് നോക്കിട്ടാ കാണിച്ച കേട്ടോ. ഞാൻ ഇപ്പുറത്തോട്ട് നോക്കിയില്ല, അപ്പുറത്തോട്ടും നോക്കിയില്ല, ഈ റോഡിലേക്ക്. ഇനിയിപ്പോ നിങ്ങളെങ്ങാനും ആയിപ്പോയാലോ, ഞങ്ങൾ എന്നെ വിഷമിക്കണ്ട. ഞാൻ നടുക്ക് നോക്കിയിട്ടാ പറഞ്ഞേ. സാറന്മാർ വിളിക്കാറില്ലേ പഠിച്ചിട്ട് വരാത്ത? കഴുതേ, പോത്തെ, മൃഗവേ എന്ന് വിളിക്കാറില്ലേ? ശരി, അള്ളാഹു നമ്മളെ അങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തിനാ പഠിക്കാത്തതിനെ കുറിച്ച് തന്നെ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാൻ അല്ലാഹു തആല ബുദ്ധി നൽകി, ചിന്തിക്കാറില്ല. ഉള്ള പെണ്ണുങ്ങളെ മുഴുവനും ചിന്തിച്ച് അവന്റെ ചിപ്പ് മുഴുവനും നിറഞ്ഞുപോയി, വൈറസും കയറിയിരിക്കുക നെഞ്ചിനകത്ത്. ഇനിയിപ്പോ എവിടെ ചിന്തിക്കാൻ? ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടോ? എല്ലാ ലൈനും കയറി അടഞ്ഞിരിക്കുകയാണ്, ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇനി ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റോ ഓപ്പൺ സർജറിയോ ചെയ്തെങ്കിൽ മാത്രമേ അതൊക്കെ പോകിട്ടുള്ളൂ. ഇത് മൊത്തം ഇതിൽ കയറി അടഞ്ഞിരിക്കുകയാണ് സംഭവം. മെമ്മറി കാർഡ് നിറഞ്ഞു.
لا يفقهون بها ولهم أعين لا يبصرون بها. സിനിമയും സീരിയലും കാണാൻ ഇവിടെ സമയമില്ലായിരിക്കുമ്പോഴാ ഇനി അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ആസ്വദിക്കാൻ പോകുന്നത്. കണ്ണ് അവൻ അല്ലാഹു തആല നൽകി, പക്ഷെ അവൻ ആ കണ്ണുകൊണ്ട് കാണുന്നില്ല. അള്ളാഹ് പറഞ്ഞു ശരിയാണ്, കണ്ണുകൊണ്ട് കാണുന്നില്ല. ഖുർആൻ കാണുന്നില്ല, വഅള് കാണുന്നില്ല, ഖുർആന്റെ സദസ്സുകൾ കാണുന്നില്ല, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണുന്നില്ല. ആ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്ക്, പർദ്ദയിട്ട താത്താന്മാരടക്കം വലിയൊരു സമ്മേളനത്തിലും 10 ഖുർആൻ മത്സരം നടത്താനുള്ള പെണ്ണുങ്ങൾ അവിടെ കാണും. ബീച്ചിലേക്ക് പോയി നോക്ക്, മുഴുപ്പലങ്ങാടി ബീച്ചിലേക്ക് പോയി നോക്ക്, ഇഷ്ടം പോലെ കാണും. എല്ലാം വണ്ടിയിട്ട് അങ്ങോട്ട് പോയത് ഭയങ്കര ക്യൂവില്. മഗ്‌രിബ് നിസ്കാരം കള്ളാക്കി, അസർ നിസ്കാരം കള്ളാക്കി. എന്തോരു ഇടിയായിരിക്കും പടച്ചവനെ ഖബറിനകത്ത്. ഇത് ഈ ചങ്ങാതിമാര് ചിന്തിക്കുന്നില്ലല്ലോ. ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവരിവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊട്ടെടുത്ത് പറിച്ചൊക്കെ കൊണ്ടുവരുന്ന സാധനത്തിന് അള്ളാഹുവേ നരകത്തിലേക്കുള്ള വഴിയിലേക്ക് വേണ്ടി നമ്മുടെ ഭർത്താക്കന്മാരുടെ പറഞ്ഞു വിടുകയല്ലേ. എത്രയോ നമ്മുടെ സമുദായം. കോഴിക്കോട് ബീച്ചിൽ പോയി നോക്ക്, അസർ നിസ്കാരം കള്ള, മഗ്‌രിബ് നിസ്കാരം കള്ള, ഇശാ നിസ്കാരം പിന്നെ ക്ഷീണിച്ച് വീട്ടിൽ വന്ന് കോഴിക്കാലൊക്കെ തിന്നിട്ട് അന്നേരം സൗകര്യം പോലെ ഉണ്ടെങ്കിൽ നിസ്കരിച്ചാലായി, ഇല്ലെങ്കിൽ അതുമില്ല. കോഴിക്കാലിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും. ക്ഷീണം കൂടിയാൽ, അജിന മുട്ട കൂടിയാൽ തളർന്നു വീണത് തന്നെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിസ്കരിച്ചാലായി. അതങ്ങനെയായി. പിന്നെ സുബഹിക്ക് അത് പിന്നെ കണക്ക്. നമ്മൾ ചേകന്നൂര് 3 നമുക്ക് 4. സുബഹില്ലല്ലോ നമുക്ക്. ചേകന്നൂരിനെ നമ്മൾ കുറ്റം പറയാറുണ്ട് എല്ലാവരും. സുബഹി നമുക്ക് നമ്മുടെ മാപ്പിൽ നിന്ന് സുബഹി എന്ന് പറഞ്ഞ സാധനം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നമുക്കല്ല അല്ലാഹു തആല സുബഹി നിർബന്ധാക്കിയത് 8 മണിക്കാണ്. 8 മണിക്കാണ് സുബഹി നിർബന്ധാക്കിയത്. പിന്നെ കുറെ വയസ്സന്മാർ അവർ 4 മണി മുതലേ കുറച്ച് എഴുന്നേറ്റിരിക്കും, ഉറക്കമൊന്നും വരില്ല. അവരെഴുന്നേറ്റ് പിന്നെ വേറെ വഴി എന്താ, നേരെ പള്ളിയിലേക്ക് പോകാന്നുള്ള, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവർക്ക് ഉറക്കം. നല്ല ചെറുപ്പക്കാരായ സഹോദരൻ ജിംനേഷ്യത്തിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ബ്രൂസിലി ആവാൻ വേണ്ടി അവൻ മസിൽസിന് പവർ കൂട്ടും. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പം അവന്റെ ശരീരത്തിന്റെ മുകളിൽ കിടക്കുന്ന ബ്ലാങ്കറ്റിന് പൊക്കാൻ അവനെ കൊണ്ട് കരുത്തില്ല. 500 കിലോ ഒക്കെ നിമിഷ നേരം കൊണ്ട് ഷാഹൂഹീഹ എന്നൊക്കെ പറഞ്ഞു പൊക്കിയെടുക്ക്. അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഉയർത്താൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. യങ്മാൻ എവിടെ? യങ്മാൻ അതിനുള്ള കഴിവില്ല, സംഭവമില്ല, പോയില്ലേ? അവൻ 500 കിലോ പോറ്റയുടെ മസിലിന്റെ പവർ കാണിക്കല്ലേ. എന്താ പവർ? ഒരു ബ്ലാങ്കറ്റ് 250 ഗ്രാം ബ്ലാങ്കറ്റ് പൊക്കാൻ പറ്റാത്ത എനിക്ക് എന്ത് പവർ? ഒരു പവറില്ല. ഒറിജിനലായിട്ട് കഴിവുള്ളവൻ സുബഹിക്ക് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന പുതപ്പ് മാറ്റിയിട്ട് നേരെ പള്ളിയിലേക്ക് പോകണം. അതാണ് യഥാർത്ഥമായ യങ്മാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പോട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബുദ്ധിയുണ്ട്, കണ്ണുണ്ട്, കാണാനുള്ള കണ്ണുണ്ട്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കേൾക്കാറേയില്ല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാ. ബൽ അല്ല ഹും അളൽ, ആ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ്. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ഗുണം നമ്മൾ പരിശോധിച്ചത് ഖുർആനിൽ ഒന്ന് കുറെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, അപ്പൊ സമയമില്ല. മൃഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വെറുതെ ഒന്നുമല്ല. ഇന്ന് പട്ടിക്ക് ഭയങ്കര ബഹുമതി നൽകാറുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് ഇല്ലേ ഇത്ര ഭയങ്കരമായ രീതിയില്ല, ഇപ്പൊ സല്യൂട്ടൊക്കെ അടിച്ചിട്ട് ആ പട്ടിയെ കൊണ്ടുപോകുന്നത്. ശ്വസിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ പട്ടിക്കുള്ളത്. നമുക്കില്ല. നമ്മൾ മനുഷ്യൻ, നമുക്ക് മട്ടൻ കറിയും ബീഫ് ചില്ലിയും ചിക്കൻ ഫ്രൈയും ഇതൊക്കെ ശ്വസിക്കാനുള്ള കഴിവ് നമുക്കുള്ളൂ, അല്ലേ? അൽഫഹമ് ഇതൊക്കെ നമുക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. ബാക്കിയുള്ളതൊന്നും ശ്വസിക്കാൻ നമുക്കുള്ള കഴിവില്ല. അപ്പം പട്ടിക്കാണോ സ്ഥാനം കൂടുതൽ, മനുഷ്യനാണോ സ്ഥാനം കൂടുതൽ? ഞാൻ ചോദിക്കുന്നില്ല, ശരിയല്ലേ? ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെ ഉണ്ടോ? പക്ഷെ ആരെങ്കിലും എടാ പട്ടി നമ്മളെ വിളിച്ചാലോ അവന്റെ തല പിന്നെ കാണുമോ? റബ്ബേ, റെയിൽവേ സ്റ്റേഷനിലായിരിക്കും അവന്റെ തല. സ്ഥാനം കൂടുതൽ ആർക്കാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഓരോ മൃഗങ്ങളെ കുറിച്ച് എടുക്കുമ്പോൾ ഓരോന്നിനും പവർ ഉണ്ട്. കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, അതൊക്കെ ഓരോന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനേക്കാൾ മൃഗമാണ് നല്ലത് എന്ന് ഇവിടെ പറയുമ്പോൾ, നമ്മൾ അധപ്പതിച്ചു പോയെന്ന് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞ 3 കാരണങ്ങളാ. അവൻ ചിന്തിക്കാൻ അവന് കഴിവുണ്ടായിട്ട് ചിന്തിക്കുന്നില്ല, കേൾക്കാൻ കഴിവുണ്ടായിട്ട് കേൾക്കുന്നില്ല, കാണാൻ കഴിവുണ്ടായിട്ട് അവൻ കാണുന്നില്ല. അവൻ മൃഗമല്ലേ? പിന്നെ അല്ലാതെ എന്താ പറയാ? മൃഗമല്ലേ അവൻ? മൃഗത്തെക്കാളും മോശം. കാരണം മൃഗത്തെ നമ്മൾ നല്ല നിലയിൽ പരിചരിച്ചാൽ പോലീസ് പോലും പട്ടിക്ക് സല്യൂട്ട് അടിക്കണമെങ്കിൽ ആ മൃഗം പോലീസിനേക്കാളും ശ്രേഷ്ഠനായതുകൊണ്ടാണ്, ശ്രേഷ്ഠ ജീവി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സല്യൂട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ.
അങ്ങനെയല്ലേ കൊണ്ട് നടക്കുന്നത്. കാരണം പോലീസിനേക്കാൾ പണിയെടുക്കുന്നുണ്ട് പട്ടി. അപ്പൊ അതുകൊണ്ട് അത്രയും മഹത്വം അതിന് കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതുകിന് സ്ഥാനം നൽകി, ആനയ്ക്ക് സ്ഥാനം കുറച്ചു. ശരീരത്തിൽ വണ്ണം വരപാട് നോക്കുമ്പോൾ അലം തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ഫീലിനെ കുറിച്ച് പറഞ്ഞു, ഫീൽ ആന. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ ഇന്നല്ലാഹ ലാ യസ്തഹീ أن يضرب مثلا ما بعوضة فما فوقها. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു കൊതുകിനെ ഉദാഹരിക്കാൻ ലജ്ജയില്ല. കൊതുകിനേക്കാൾ ചെറിയ ജീവിയോ, ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞാൽ കൊതുകിനേക്കാൾ ഒരു ചെറിയ പ്രാണിയെയോ അല്ലാഹു ഉപമിക്കാൻ ലജ്ജയില്ല. മക്കക്കാര് വന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, ഏ മുഹമ്മദേ, നിന്റെ ദൈവത്തിന് തെറ്റുപറ്റി. എത്ര വലിയ ശരീരമുള്ള ജീവിയാണ് ആന. ആ ആനയ്ക്ക് സ്ഥാനം നൽകാതെ ഏറ്റവും ചെറിയ ഒരു പ്രാണിയായ കൊതുകിനല്ലേ നിന്റെ ദൈവം ഖുർആനിൽ സ്ഥാനം നൽകിയത്? നിന്റെ ദൈവം വിഡ്ഢിയല്ലേ മുഹമ്മദേ, വിഡ്ഢിയല്ലേ മുഹമ്മദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി മുശ്രിക്കുകൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കൂടുതൽ പേടിക്കുന്നത് കാട്ടാനെ അല്ല, ആണോ? കൊതുകിനെയാണ് പേടിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? കാട്ടാന വല്ലപ്പോഴൊക്കെ കുമ്മളിയിലൊന്ന് ഇറങ്ങും, അല്ലെങ്കിൽ കൽപ്പറ്റയിലൊന്ന് ഇറങ്ങും, പോകുന്ന വഴിയിൽ. എന്തിനിപ്പോ അങ്ങോട്ട് പോകാൻ പോകുന്ന നിങ്ങൾ? അത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇറങ്ങും, അത് അതിന്റെ പാട്ടിന് പോകും, ഇറങ്ങി എന്നെ കയറിപ്പോയി. കൂടിപ്പോയാൽ 1-2 പേരെ കൊല്ലും, 2-3 കടകളൊക്കെ നശിപ്പിച്ചിടും, അല്ലെങ്കിൽ 5-6 പേരെ കൊല്ലും, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു ഉത്സവത്തിനോ ചന്ദനക്കുടത്തിന് ആന ഇടഞ്ഞാൽ പോലും കൂടിയാൽ ഒരു 10-15 പേരെ ചാവുള്ളൂ, അല്ലേ? അതിൽ കൂടുതൽ കണക്കില്ല. എന്നാലും കൊതുക് കേരളത്തിൽ എത്ര പേരെ കൊന്നു? ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് എത്ര? ഡെങ്കിപ്പനിൽ എത്ര എണ്ണം ചത്ത്, എത്ര എണ്ണം മരിച്ചു? ആരാ ഈ ഡെങ്കിപ്പനി ലോകത്ത് പരത്തി കൊടുക്കുന്നത്? ആരാണ്? 5 നില 6 നില ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ആനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാൽ കൊതുകോ ഈ 10 നില ലിഫ്റ്റ് ഇല്ലാതെ വളരെ എളുപ്പം, വളരെ ഭംഗിയായ നിലയിൽ അയ്യാക്ക് അല്ലാഹു തആല വായുവിലൂടെ എയർ കൊടുത്തിരിക്കുക. റാഹത്തായിട്ട് കയറിക്കോ ലിഫ്റ്റിലൂടെ. ലിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട, നേരെ കയറി 110ാമത്തെ നിലയിൽ കിടക്കുന്ന ചങ്ങാതിക്കും കൊണ്ടുപോയിട്ട് അവന്റെ ബർമൂഡ കിഴിച്ച് ഇഞ്ചക്ട് ചെയ്ത് അവന്റെ കൊളസ്ട്രോൾ പിടിച്ച രക്തത്തെ ഇവന്റെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രസം ഇറക്കിക്കൊണ്ട് അതിനെ വെള്ളമാക്കി വലിച്ചെടുക്കുന്നു. അതിനുള്ള ഇഞ്ചക്ഷനും ആ തുമ്പിക്കൈക്ക് അല്ലാഹു നൽകി. ആനയ്ക്ക് കൊണ്ട് തുമ്പിക്കൈ, കൊതുകിനുണ്ട് തുമ്പിക്കൈ. എന്നാൽ യഥാർത്ഥത്തിലുള്ള തുമ്പിക്കൈ കൊണ്ടുള്ള ഗുണം ഏതാ? കൊതുകിൻ്റെതാണ്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതുവരെയ്ക്ക് അറിയില്ല. ബർമൂഡ കിഴിച്ചത് നമ്മൾ അറിയില്ല, നമ്മുടെ ബട്ടക്കിൽ ഇഞ്ചക്ട് വെക്കുന്നത് അറിയില്ല. അകത്തേക്ക് കയറി ഇഞ്ചക്ഷൻ ചെയ്ത് കൊളസ്ട്രോൾ പിടിച്ച് കട്ടിയരിക്കല്ലേ, മുള്ള പോത്ത് റോസ്റ്റ് മൊത്തം തിന്നിട്ട് ഇങ്ങനെ കട്ടിയാട്ടിരിക്കുക. അപ്പൊ അതിനെ വെള്ളം പോലെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക രസം ഈ കൊതുക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് മെല്ലെ അത് ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. അങ്ങനെ അവൻ മെല്ലെ വലിച്ചു വരുമ്പോഴാണ് നമ്മൾ ചൊറിയുന്നത്. അപ്പോഴേക്കും മൂപ്പിലാൻ അടിച്ചിട്ട് മാറ്റിയിട്ട് റാഹത്തായിട്ട് പോകും. ഹദീസിൽ കാണാം, കൊതുക് ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ജീവിക്കും, മരിക്കൂല. കൊതുക് വയറ് നിറഞ്ഞാൽ അത് മരിച്ചു പോകും. ഹദീസിലുള്ള കാര്യമാണ്, ശരിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നിരാഹാര ചികിത്സയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു. നിരാഹാരം കിടന്നാൽ, ഭക്ഷണം കുറച്ചാൽ ആയുസ് കൂടുതൽ കിട്ടും. വയറ് നിറച്ച് തിന്നാൽ പെട്ടെന്ന് അറ്റാക്ക് വരും. അതാണ് എന്റെ ഹദീസിനകത്തുള്ളതാണ്. ഇന്നൽ ബഅൂലത മാ ഷാജാ തഹ്യാ മാ ജഅത്. കൊതുക് വയറ് നിറച്ചാൽ തഹ്യാ മാ ജഅത്, അത് വിശന്നാൽ അത് ജീവിക്കും. അത് വയറ് നിറച്ചാൽ അത് ചത്തുപോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ കൊതുകിനുള്ള ഈ ഗുണം ആനയ്ക്കുണ്ടോ? ഇല്ല. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ ഉപമിക്കേണ്ടത് ഏതാണ്? കൊതുകിനെയാണോ ആനയാണോ? വലഖദ് ളറബ്നാ ലിന്നാസി. പരിശുദ്ധ ഖുർആനിലേക്ക് ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട് പല ഭാഗങ്ങളിലായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതുകിനെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി, പിന്നെ എറുമ്പിനെ പരിചയപ്പെടുത്തി, പിന്നെ ചിലന്തിയെ പരിചയപ്പെടുത്തി. ചിലന്തിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്ക്, പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ഈ സാധനം. 50 ലക്ഷത്തിന്റെ 60 ലക്ഷത്തിന്റെ ഒക്കെ വീട് വെച്ചിട്ട് അടിച്ചു പൊളിച്ച് നല്ല ഏറ്റവും കൂടുതൽ അപെക്സ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല റാഹത്താക്കി ഇട്ടിട്ട് ഹൗസ് വാമിങ്ങിന് ആളുകളെ വിളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിന്റെ സമുച്ചയത്തില്, വീടിന്റെ സിറ്റ് ഔട്ടില്, വീടിന്റെ കോലായില് മുഴുവനും ഈ ബലാമുസീബത്ത് വല നെയ്ത് പൂർത്തിയാക്കി വെക്കും.
ഇതിങ്ങനെ അടിച്ച് പിന്നെയും അടിച്ച് നാളെ അടിച്ച് 50 ലക്ഷത്തിന്റെ വീട് വെക്കണമെങ്കിൽ കുറഞ്ഞത് 10 മാസമെങ്കിലും വേണം, അല്ലെങ്കിൽ 6 മാസമെങ്കിലും വേണം, 1 വർഷമെങ്കിലും വേണം. ഈ ചിലന്തി നിമിഷ നേരം കൊണ്ട് 2 സെക്കൻഡ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ വീടിന്റെ കോലായിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല വിശാലമായ ഒരു പന്തൽ. നിമിഷ നേരം കൊണ്ട് അല്ലാഹു തആല ചിലന്തി അൻകബൂത്തിനെ ഖുർആനിൽ പരിചയപ്പെടുത്തി. മനുഷ്യനെക്കാളും ബുദ്ധി അതിനുണ്ട്. വെറുതെ അല്ല അല്ലാഹു തആല സൂറത്ത് വരെ നൽകി. അൻകബൂത്ത്, സൂറത്തുൽ അൻകബൂത്ത്, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂക്തം തന്നെ, സൂക്തത്തിന്റെ പേര് തന്നെ അൻകബൂത്ത് എന്ന് അല്ലാഹു തആല നൽകി. വെറുതെയാണോ ഇത്? അപ്പൊ ജീവശാസ്ത്രം എവിടെയാണ്? ഈ ജീവശാസ്ത്രം ഒട്ടകത്തിലേക്ക് നോക്കാൻ അല്ലാഹു തആല പറഞ്ഞു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എന്താ ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത? 51 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന സഹാറ മരുഭൂമി, ആ ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയുടെ മണൽപ്പരപ്പിലൂടെ വർത്തകവാഹ കൂട്ടങ്ങളെയും ആളുകളെയും വഹിച്ചുകൊണ്ട് എത്ര വലിയ സാധനങ്ങളായാലും യാത്രാ സാമഗ്രികളാണെങ്കിലും ഈ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ഈ മണൽപ്പരപ്പിലൂടെ യഥേഷ്ടം കിലോമീറ്റർ 25 മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ ദിവസം തോറും 100 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല ഈ ഒട്ടകത്തിനാണ് നൽകിയത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ സ്പീഡില് 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കാതെ 51 ഡിഗ്രി സെൽഷ്യസ് ചൂടില്. നിങ്ങള് സൈദാർ പള്ളിയിൽ നിന്ന് സ്റ്റേഡിയം പള്ളി വരെ ചെരുപ്പില്ലാതെ ആരെങ്കിലും ഹൈവേ റോഡിലൂടെ വരാവോ? നട്ടുച്ചക്ക് ലോഹർ നിസ്കരിക്കാൻ ചെരുപ്പില്ലാതെ സൈദാർ പള്ളിയിൽ നിന്ന്, എനിക്കപ്പോ അവിടെ എനിക്കറിയില്ല, ഈ കണ്ണൂരത്ത് എനിക്ക് പറയാൻ അറിയില്ല, കാരണം അവിടം വരെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൈദാർ പള്ളിയിൽ നിന്ന് സ്റ്റേഡിയം പള്ളി വരെ ഉച്ച സമയത്ത് ലോഹറിന്റെ സമയത്ത് ചെരുപ്പില്ലാതെ ആർക്കെങ്കിലും നടന്നു വരാൻ പറ്റുമോ? നഗ്നപാതകനായിട്ട് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? എന്നാൽ ഒട്ടകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ലോകത്ത് നിയോഗിച്ചത്. അതുകൊണ്ട് ഒട്ടകത്തിലേക്ക് നോക്കാനാണ് പറഞ്ഞത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ജീവശാസ്ത്രം ആരാണ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്? ബയോളജി ആരാണ് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്? പരിശുദ്ധ ഖുർആൻ. ഇനി ധാരാളം സംഭവങ്ങൾ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളിലൂടെ, വീക്ഷണങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് അഴച്ചെന്നാൽ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ആകാശത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങളും സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വെറുതെ ഒന്നും അല്ല. അല്ലാഹു സുബ്ഹാനഹു ഇന്നിപ്പോ ഗാലക്സിയുടെ ഒക്കെ കണക്കുകളൊക്കെ നമ്മൾ ചരിത്രങ്ങൾ പഠിക്കാറുണ്ടല്ലോ, അതൊക്കെ വളരെ വിശാലമായ ചർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. വെറുതെയല്ല ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശത്തിന്റെ പണി നാം നിർത്തിവെച്ചിട്ടേ ഇല്ല. പൂർവാധികം ശക്തിയോടുകൂടി ആകാശത്തെ നാം വിശാലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് വൈലസമായി കൈഫ റുഫിയത്, ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് സംഭവം. വൈലൽ ജിബാലി കൈഫ നുസിബത്, മൗണ്ടനോളജി, ഗോളശാസ്ത്രം പഠിപ്പിക്കുന്നു. അതൊക്കെ ഉദാഹരണം അടക്കം പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ് സമയം ഒക്കെ ആയിപ്പോയി, ആളുകളൊക്കെ എഴുന്നേക്കുന്നു, കാരണം ചാപ്പാടൊക്കെ അടിക്കാതെ നേരത്തെ വന്നിരിക്കല്ലേ. ഷുഗറും പ്രഷറും മറ്റേതൊക്കെ കാണുമല്ലോ. 2 മണിക്കൂറായി, ഞാൻ 2 മണിക്കൂർ പ്രസംഗിക്കാറില്ല, 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നപ്പോ ഞാനും അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കൂടുതൽ പ്രസംഗിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനപ്പാ? എത്രയോ പ്രസംഗം കേട്ടിട്ട് പ്രസംഗിക്കുന്ന മൊഴിയാരും നന്നാവുന്നില്ല. പിന്നെ ഈ കേൾക്കുന്ന ആള് ആരാ നന്നാവാൻ പോകുന്നത്? എന്തിപ്പോ ഈ പ്രസംഗം, ഇത്രയോ പ്രസംഗം. പിന്നെ നമ്മളൊരു ചടം തലയിൽ നമ്മുടെ മാഷ് നമ്മളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ എത്തിച്ചു. ഇത്രയൊക്കെ സംസാരിക്കാനെങ്കിലും ഒരു ഭാഗ്യം കിട്ടി അൽഹംദുലില്ലാഹ്. ഈ മഹത്തായ ഖുർആന്റെ സദസ്സിൽ നിങ്ങൾക്കൊരു ഖുർആനെ കുറിച്ച് ഒരു ചെറിയ ഒരു ബോധം ഇട്ട് തന്നേ ഉള്ളൂ. ഒരു ചെറിയ ഒരു എന്താ പറയാ, ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഡോസ്. നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾ പഠിച്ചോളി, മനസ്സിലായിക്കോളി. ആകാശത്തെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും മൗണ്ടനോളജിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് ഖുർആനിലേക്ക് അറിയാൻ ഗാലക്സിയെ കുറിച്ചൊക്കെ, എത്രയോ ലക്ഷക്കണക്കിന് ഗാലക്സികൾ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് അധിവസിക്കുക ഗാലക്സി, ഇതിനെക്കുറിച്ചൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് മാതൃകയായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞത്. ഗ്രഹങ്ങളിലേക്ക് നോക്ക്, ഉപഗ്രഹങ്ങളിലേക്ക് നോക്ക്, ഗാലക്സികളിലേക്ക് നോക്ക്. വെറുതെ അല്ല അല്ലാഹു തആല നോക്കാൻ പറഞ്ഞത്.
എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഇക്ക ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാ, നോക്ക് കരിപ്പൂരിൽ നിന്ന് വന്നത് കണ്ട, പോകുന്നത് കണ്ട, അങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്, ആകാശത്തേക്ക് നോക്കുക, അവിടുത്തെ സംഭവങ്ങൾ കാണാനാണ് ഖുർആൻ. അതുകൊണ്ടാണ് പറഞ്ഞത് വൈലൽ അർളി കൈഫ സുത്തിഹത്, ഈ ഭൂമി എങ്ങനെയാണ് വിധാനിച്ചത്. ഭൂമിയെ കുറിച്ച് ഭൂമിശാസ്ത്രം ഇന്ന് പഠിക്കുന്ന ഭൂമിശാസ്ത്രം ആര് പഠിപ്പിച്ചു? ഖുർആൻ. എങ്ങനെ വിശാലമായി ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഗലീലിയോ ഒന്നുമല്ല ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചത്. അബു റൈഹാൻ അഹ്മദ് ബിൻ അഹ്മദ് അൽ ബൈറൂനി, മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിച്ചു. വൈദ്യശാസ്ത്രത്തിലേക്ക് കയറിയാൽ അബുൽ ഖാസിം സഹറവി റഹ്മത്തുള്ളാഹി അലൈഹി അത്തസ്തിഫ് എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ അൽ ഖാനൂൻ ഫി തിബ്, കാനോൻ എന്ന പേരിൽ ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഈ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ആരാണ് ഉത്ബോധനം, എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധമായ ഖുർആൻ. വൈദ്യശാസ്ത്രത്തെ കുറിച്ച് 6 മരുന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. 6 മരുന്ന് ഗുളിക, ഈ 2 വീതം രാവിലെയും 2 ഉച്ചയ്ക്ക് 2 വൈകിട്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ് യുഖ്സിഹിം വയൻസുറുകും അലൈഹിം ويشفي صدور قوم مؤمنين وإذا مرضت فهو يشفين أعجمي وعربي قل هو للذين آمنوا هدى وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور. 6 ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ശിഫാഇന്റെ 6 ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 6 ആയത്ത് ഓതി നമ്മൾ ദുആ ചെയ്യുമ്പോൾ പടച്ചവൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഊതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് ഓതി വെള്ളം കുടിക്കുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ ബർക്കത്തോടെ നമുക്ക് ശിഫ നൽകും. പക്ഷേ ആർക്കറിയാം? ഏത് ഖൗമിനറിയാം? ഏത് സമുദായം ഇതിനെ കുറിച്ച് പഠിക്കുന്നു? ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശിഫ എന്നുള്ള ആയത്ത് അതിന്റെ പേര് തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി ശിഫ നൽകുന്നു ഖുർആൻ. ഫാത്തിഹത്തുൽ കിതാബ്. എത്ര മഹത്വങ്ങൾ നമ്മൾ പഠിച്ച ചെറിയ സൂറത്തുൽ ഇഖ്ലാസ്, അതിന്റെ ഒരു മഹത്വം മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാണ്. ഞാൻ ഈ ശാസ്ത്രവും ടെക്നോളജിയും ആദിനോളജിയും ഞാൻ പഠിപ്പിക്കുന്നത് നിർത്താൻ പോവാണ്, നിർത്തിയാണ്. കാരണം ഇത് സാധാരണക്കാരുടെ തലയിൽ കയറൂല. അവർക്ക് വല്ല ആയത്തോ ആദ്യത്തൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അമൽ ചെയ്യാൻ പറ്റിയ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. ചില ആളുകൾ ഖുൽഫു അല്ലാഹ് എന്ന് ഓതാറുണ്ട്. ഖുൽഫു അങ്ങനെ ഓതുന്നവർ ഫൂന്നും പറഞ്ഞാൽ നിസ്കാരം പോയി കേട്ടാ. ഫൂന്ന് കാറ്റടിച്ച് പോയതുപോലെ തന്നെ പോകും. ഖുൽഫു അല്ലാഹ് എന്നുള്ളത് അത് കുൻഫുവിന് പഠിക്കുന്നവരാണ് അങ്ങനെ ഓതാൻ. നമ്മളാന്ന് തോന്നണ്ട. ഖുൽ ഹു അല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അല്ലാഹയെ കുറിച്ച് മാത്രം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅത്ത് യഹൂദു, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് യഹൂദികൾ കടന്നു വരികയാണ്. ഫഖാല, ചോദിക്കുകയാണ്, യാ അബുൽ ഖാസിം, ഏ അബുൽ ഖാസിമേ, ഖലഖല്ലാഹു തആല അൽ മലായിക മിൻ നൂറിൽ ഹിജാബ്, അല്ലാഹു തആല മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചില്ലയോ? വഖലഖല്ലാഹു ആദമ മിൻ ഹമഇൻ മസ്നൂർ, കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ആദം നബിയെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ? വഖലഖല്ലാഹു ഇബ്ലീസ മിൻ ലഹബിൻ നാർ, നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് ഇബ്ലീസിനെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ? ഖലഖല്ലാഹു സമാ വഖലഖല്ലാഹുൽ അർള മിൻ സബദിൽ മാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖല്ലാഹു സമാ മിൻ ദുഖാൻ, ധൂമപടലങ്ങളിൽ നിന്ന് ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ? വഖലഖല്ലാഹുൽ അർള മിൻ സബദിൽ മാ
വെള്ളത്തിന്റെ ജലത്തിന്റെ നുരയിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചില്ലയോ? അഖ്ബിർനാ അൻ റബ്ബിക യാ അബുൽ ഖാസിം, ഏ അബുൽ ഖാസിമേ, നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ? ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? ആ റബ്ബിനെ ഇതിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അഖ്ബിർനാ, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ എന്ന് ജൂതന്മാര് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഫലം യുജിബുഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി ഒന്നും പറഞ്ഞില്ല. പറയാൻ അറിയില്ലല്ലോ, അള്ളാന്റെ തീരുമാനമില്ല, അങ്ങനെ പറയാ. എന്താണ് മറുപടി പറയാ? ജൂതന്മാരൊന്ന് ചോദിച്ചാണ്, ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടിപ്പ് ഉണ്ടായത്, പക്ഷെ നിന്റെ റബ്ബ് എന്താണ്? നിന്റെ റബ്ബിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതി കൊടുക്കുകയാണ്. നബിയേ പറയൂ, നബിയേ ഓതോ നബിയേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഈ ആയത്തിലൂടെ അല്ലാഹുവിനെ മാത്രമാണ് പരിചയപ്പെടുത്തുക. ഹലാല് ചർച്ചയില്ല, ഹറാം ചർച്ചയില്ല, നമസ്കാരത്തെ കുറിച്ച് ചർച്ചയില്ല, ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ ചർച്ചയില്ല, ആഖിറത്തെ കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ ചർച്ചയില്ല, ഭൗതിക ലോകത്തെ കുറിച്ചോ അഭൗതിക ലോകത്തെ കുറിച്ചോ ചർച്ചയില്ല. മുഴുവൻ ആയത്തുകളും അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ് അള്ളാഹയെ കുറിച്ചുള്ള മാത്രം ചർച്ചയാണ് ഈ സൂറത്തിലൂടെ. ഓതാൻ വേണ്ടി നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഒരുവനാണ് നബിയേ, അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ് നബിയേ. ലം യലിദ്, പ്രസവിച്ചിട്ടില്ല നബിയേ. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടുമില്ല നബിയേ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമന്മാരും ഇല്ല നബിയേ. ഈ ഒരൊറ്റ ആയത്തിലൂടെ ആൾ ദൈവങ്ങൾക്ക് സ്ഥാനമില്ല, സ്ഥാനമില്ല, സ്ഥാനമില്ല. ആൾ ദൈവത്തിന്റെ കാലിന്റെ ചുവട്ടിൽ പോയി കിടക്കുന്നവരെ, അവരുടെ പാദം കഴുകി വെള്ളം കുടിക്കുന്നവരെ, ആൾ ദൈവങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല. കാരണം എന്താണ്? ദൈവമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സവിശേഷതയാണ് ഒന്ന് അഹദ്, അവൻ ഏകനായിരിക്കണം. ശരി, നിങ്ങൾ ഏകനാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഏകയാണെന്ന് കരുതിക്കോ. രണ്ടാമത്തെ ക്വാളിറ്റി അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ദൈവമെന്ന് പറഞ്ഞാൽ നിരാശ്രയനായിരിക്കണം, ആരെയും ആശ്രയിക്കാൻ പാടില്ല, എല്ലാരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത്. ഇത് ഈ ആൾ ദൈവങ്ങളെ കൊണ്ട് കഴിയുമോ? പട്ടിണി കിടന്ന് ദൈവം ഉണ്ടാക്കാൻ കഴിയുമോ? വെള്ളം കുടിക്കാതെ ദൈവമായി നടിക്കാൻ കഴിയുമോ? പ്രാഥമിക ആവശ്യങ്ങൾ നടത്താതെ ദൈവമായി കഴിയാൻ ചമയാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഇനി ഓക്കെ, അതിനും നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ലം യലിദ്, പ്രസവിച്ചിട്ടേ ഇല്ല. ശരി, നീ പ്രസവിക്കാത്ത കന്യകയായ ദൈവമാണ്, അതല്ലെങ്കിൽ പ്രസവിക്കാത്തവനാണ്, പ്രസവിക്കാത്തവളാ. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടേ ഇല്ല. അവിടെ പോയി. ബാക്കിയല്ല ഓക്കെ, ഞാൻ ഏകനാണ്. ശരി, നീ അല്ലാതെ ആരുമില്ല, സമ്മതിച്ചു പോട്ടെ, ഓക്കെ. സമദ്, നിന്നിലേക്കാരും നിരാശ്രയിക്കാറില്ല, നീ എല്ലാവരും നിരാശ്രയാണ്, നിന്നെ എല്ലാവരും ആശ്രയിക്കുന്നു. ശരി, ഓക്കെ, സമ്മതിച്ചു. ലം യലിദ്, നീ പ്രസവിക്കൂല. എന്താ പറയാ, മച്ചി എന്നൊക്കെ പറയും, പ്രസവിക്കാത്ത പെണ്ണിന് അല്ലേ? പ്രസവിക്കാത്ത സാധനം, മലടി എന്നോ മച്ചി എന്നോ വന്തി എന്നൊക്കെ പറയും, പ്രസവിക്കില്ല. വലം യൂലദ്, പ്രസവിക്കപ്പെട്ടിട്ടില്ലേ? ആരെങ്കിലും നിന്നെ പ്രസവിക്കാത്ത, ഈ ലോകത്ത് പ്രസവിക്കാത്ത ഒരാൺ ദൈവമോ പെൺ ദൈവമോ ഉണ്ടോ? എങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആരെങ്കിലും പ്രസവിക്കാത്ത, എന്നാ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പായില്ല ഉമ്മയില്ല, നമുക്ക് അംഗീകരിച്ചൂടെ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആദം നബിക്ക് വാപ്പായില്ല ഉമ്മയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അള്ളാഹുവിന്റെ ദാസനാണ്, അടിമയാണ്, അവന്റെ ദൂതനാണ്. എങ്കിൽ ആരാലെങ്കിലും പ്രസവിക്കപ്പെട്ട ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ദൈവമായി അംഗീകരിക്കാൻ ബുദ്ധിയുള്ള, വിവരമുള്ള, ബോധമുള്ള സാക്ഷാൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അത് സമർത്ഥിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിനെ അംഗീകരിക്കണം.
അതാണ് നമുക്ക് കിട്ടിയ തൗഫീഖ്. നമ്മുടെ ആരുടെ മുന്നിൽ പോയി കാലി വീണിട്ട് അയ്യോ നീ അല്ലാതെ മറ്റാരും ഇല്ല, നീ ഇല്ലെങ്കിൽ ആ കാലെ പിടിച്ച് അങ്ങോട്ട് വലിച്ചിട്ടാ മലനടിച്ച് അവിടെ വീഴും, പിന്നെ ഐസിയുവിൽ പോലും എടുക്കൂല. ആ സൈസ് സാധനം നിന്റെ ദൈവം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കണ്ട. അല്ലാഹ് ഈ സൂറത്ത് ഓതിയാലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയണോ നബിയേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാ, മൻ ഖറഅഹാ ഹീന യദ്ഖുലു മൻസിലഹു നഫഅത്തിൽ ജാർ വനഫത്തിൽ ഫഖർ. ആരെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് കയറിയാൽ അവന്റെ ജീവിതത്തിൽ പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. വനഫഅത്തിൽ ജാർ, ആ ഓതുന്ന പാരായണം ചെയ്യപ്പെടുന്ന വീടിന്റെ പരിസരത്തുള്ള വീട്ടുകാർക്ക് പോലും അതിന്റെ ഗുണമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അറാദൻ നൗമ, ആരെങ്കിലും ഉറങ്ങാൻ ആഗ്രഹിച്ചാൽ, മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ വേണ്ടി അലാ ഫിറാശിഹി ഖാമ അലാ ഫിറാശിഹി, ഉറങ്ങാൻ അവൻ കിടക്കയിലേക്ക് പോയാൽ അവൻ വലതു ഭാഗമായി ചരിഞ്ഞു കിടന്ന് ഉറങ്ങി. 100 പ്രാവശ്യം വലതു ഭാഗം ചരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ആരൊരാൾ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പടച്ച തമ്പുരാൻ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യഖൂലു ലഹു റബ്ബു, റബ്ബ് അവനോട് പറയുമത്രേ, ഉദ്ഖുൽ യാ അബ്ദീ അലാ യമീനിക അൽ ജന്ന, നിന്റെ വലതു ഭാഗത്തോടി നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അല്ലാഹു പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വമൻ ഖറാഹാ 300 മറ, 300 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നുവോ, ഉസ്കിനഹു മിനൽ ഫിർദൗസ് സകനൻ യർലാ, അല്ലാഹു ഇഷ്ടപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൽ അവനെ താമസിപ്പിക്കുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളുണ്ടോ, 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ. കുറഞ്ഞത് ഒരു ദിവസം 33 പ്രാവശ്യം പാരായണം ചെയ്യണേ. ആരൊരാള് മൻ ഖറാഹാ 30 മറ, 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഉദില ബിഖിറാഅത്തിൽ വഹീ കുല്ലിഹി, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർത്തവനെ പോലെയാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 30 പ്രാവശ്യം ഒരാൾ ഓതിയാൽ 3 പ്രാവശ്യം 3 മറ, ഫമൻ ഖറഅഹാ 3 മറ, 3 പ്രാവശ്യം ഓതിയാൽ 30 പ്രാവശ്യം ഒരാൾ ഓതിയാൽ ലം യഫ്ളുഹു അഹദും മിൻ അഹ്ലി ദുനിയാ, ഒരാൾ 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അന്നേ ദിവസം അവനേക്കാൾ ശ്രേഷ്ഠൻ ഈ ഭൂലോകത്ത് മറ്റാരുമില്ല തന്നെ. 3 പ്രാവശ്യം ഓതിയാല് ഖുർആൻ മൊത്തം ഓതിയവനെ പോലെ, 30 പ്രാവശ്യം ഓതിയാല് ആ ദിവസത്തിൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അവനാണ് ശ്രേഷ്ഠൻ. 300 പ്രാവശ്യം ഓതിയാല് സ്വർഗത്തിൽ അല്ലാഹു അവനെ പാർപ്പിക്കും. ഉറങ്ങാൻ നേരത്ത് 100 പ്രാവശ്യം ഓതിയാല് വലതു ഭാഗത്ത് ചരിഞ്ഞു കിടന്നുകൊണ്ട് ഓതിക്കൊണ്ട് ഉറങ്ങിയാല് അല്ലാഹു തആല നാളെ വിളിക്കുമ്പോ നീ സ്വർഗത്തിലൂടെ കയറിക്കോ, സ്വർഗത്തെ വലതു ഭാഗത്തുകൂടെ, എന്റെ വലതു ഭാഗത്തുകൂടെ നീ സ്വർഗത്തിൽ കയറിക്കോ. വീട്ടിൽ കയറുമ്പോ സൂറത്ത് ഓതിയാൽ അവന്റെ വീട്ടിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, കടം ഉണ്ടാവില്ല, അയൽപക്കക്കാർക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാകും. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി.
സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഒരു സഹാബിക്ക് ചെയ്ത ഗുണമുണ്ട്. അത് പറയാനുള്ള സമയമില്ല, 10 മണിയായി പോയി. ഇൻഷാ അല്ലാഹ് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടവണ്ണം സഹകരിക്കാനും സഹായിക്കാനും ഉൾക്കൊള്ളുവാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട സംഘാടകർ, അതിന്റെ പ്രവർത്തകർ, നാട്ടുകാർ, അല്ലാഹുവേ നീ ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കണമേ തമ്പുരാനെ. ഇന്നത്തെ ഈ ദിവസത്തിൽ, ഈ വാദിന്റെ ദിവസത്തിൽ നിദ്രാരഹിതരായി വിശ്രമരഹിതരായി ഇവിടേക്ക് വന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹുവേ നീ നല്ല തൗഫീഖ് നസീബാക്കണേ. പടച്ചവനെ ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും നസീബാക്കണേ അല്ലാഹ്. ഈ പ്രഭാഷണത്തെ സ്വീകരിക്കണ റഹ്മാനെ. വല്ല ഭാഗത്തുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണ റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ഉള്ള പ്രഭാഷണമാക്കി അല്ലാഹു നീ ഇതിനെ അംഗീകരിക്കണ തമ്പുരാനെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.